അമേരിക്കൻ വിമാന എഞ്ചിൻ നിർമ്മാതാക്കളായിട്ടുള്ള GEയുടെ ഏറ്റവും ഉന്നതതല ഉദ്യോഗസ്ഥർ എന്തിനാണ് ഇത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പറന്നിറങ്ങിയത്? ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായ തേജസ് പോർ വിമാനങ്ങൾക്ക് ഇനി അമേരിക്കൻ എഞ്ചിനുകൾ അതിവേഗം പറന്നെത്തും. ഈ ജൂണിന് മുമ്പായിട്ട് ഏറ്റവും കുറഞ്ഞത് 20 GE F404 എഞ്ചിനുകൾ നമ്മുടെ തേജസ് മാർക്ക് 1A വേണ്ടിയിട്ട് ഇന്ത്യയിൽ എത്തുന്നതായിരിക്കും. നമ്മുടെ തേജസ് മാർക്ക് 2 വിമാനങ്ങൾക്ക് വേണ്ടിയിട്ട് 99 GE F414 എഞ്ചിനുകളുടെ കരാറും ഉടൻ തന്നെ ഒപ്പിടുന്നതാണ്. എഞ്ചിൻ വിതരണം വൈകിപ്പിച്ച അമേരിക്കൻ കമ്പനിയായ GE പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ഓടിയെത്താനുള്ള കാരണം എന്താണ്? ഫ്രാൻസിൻ്റെ സാഫ്രാൻ കമ്പനിയുമായിട്ട് ഇന്ത്യ നടത്തുന്ന പുതിയ എഞ്ചിൻ കരാറുകൾ അമേരിക്കയെ ശരിക്കും ഭയപ്പെടുത്തിയിട്ടുണ്ടോ? പ്രതിരോധ മേഖലയിലെ ഇന്ത്യയിലെ ഈ വമ്പൻ കുതിപ്പിനെ കുറിച്ച് വിശദമായിട്ട് അറിയാനായിട്ട് വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള GE F404, GE F414 എഞ്ചിൻ കരാറുകളുടെ ഏറ്റവും പുതിയ വിവരങ്ങളും അതിൻ്റെ പിന്നിലെ ജിയോ പൊളിറ്റിക്സ് തന്ത്രങ്ങളുമാണ്. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പ്രതിരോധ വാർത്തകളുടെയും വിശകലനങ്ങളുടെയും ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറേണ്ട പോർവിമാനമാണ് തേജസ് മാർക്ക് 1A. ഈ വിമാനങ്ങൾക്ക് കരുത്തേകുന്നത് അമേരിക്കൻ കമ്പനിയായ ജനറൽ ഇലക്ട്രിക്സ് നിർമ്മിക്കുന്ന GE F404 IN-20 എഞ്ചിനുകളാണ്. 2021 99 എഞ്ചിനുകൾക്കായിട്ട് ഏകദേശം 5375 കോടി രൂപയുടെ കരാറാണ് ഇന്ത്യ GEയുമായിട്ട് ഒപ്പുവെച്ചത്. എന്നാൽ വ്യോമസേനയെയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെയും കടുത്ത നിരാശയിലാഴ്ത്തിക്കൊണ്ട് GE തങ്ങളുടെ വാഗ്ദാനങ്ങളെ ലംഘിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2026 മാർച്ച് മാസത്തിന് മുമ്പായിട്ട് 5 എഞ്ചിനുകൾ കൂടി നൽകേണ്ടിയിരുന്ന GEക്ക് അത് കൃത്യസമയത്ത് എത്തിക്കാനായിട്ട് സാധിച്ചില്ല. ഈ കാലതാമസം തേജസ് മാർക്ക് 1A പ്രോഗ്രാമിനെ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. എഞ്ചിനില്ലാത്തത് കാരണം HAL നിർമ്മാണം പൂർത്തിയാക്കിയ നിരവധി വിമാനങ്ങൾ വെറുതെ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. കൊറിയൻ സപ്ലയർമാരിൽ നിന്നുള്ള ഘടകങ്ങളുടെ കുറവാണ് തടസ്സമായിട്ട് GE ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ മിഡിൽ ഈസ്റ്റിലെയും ഇറാനിലെയും യുദ്ധ സാഹചര്യങ്ങളും അവർ കാരണമായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും യാഥാർത്ഥ്യവുമായിട്ട് ഇതിന് വലിയ ബന്ധമില്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. എഞ്ചിൻ വൈകിയതിനെ തുടർന്ന് HAL അമേരിക്കൻ കമ്പനിയായ GEയുടെ മേൽ സാമ്പത്തിക പിഴ ചുമത്തുക പോലുമുണ്ടായി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പഴയ MiG-21 വിമാനങ്ങളെല്ലാം വിരമിച്ച MiG-29 വിമാനങ്ങൾ വിരമിക്കാൻ പോകുന്ന ഈ സമയത്ത് കൃത്യമായിട്ട് തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ലഭിക്കേണ്ടത് രാജ്യസുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ GE കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അടിയന്തരമായിട്ട് അവരുടെ ഒരു ഉന്നതതല പ്രതിനിധി സംഘത്തെ ഇന്ത്യയിലേക്ക് അയക്കുകയുണ്ടായി. GE എയറോസ്പേസിൻ്റെ സെയിൽസ് ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള റീറ്റ ഫ്ലാഹർട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം ബംഗളൂരുവിലെ HAL ആസ്ഥാനത്തെത്തി ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചകൾ നടത്തി. 2 പ്രധാന അജണ്ടകളാണ് ഈ ചർച്ചയിലുണ്ടായിരുന്നത്. അതിലൊന്ന് F404 എഞ്ചിനുകളുടെ വിതരണം വേഗത്തിലാക്കുക. അതായത് ഈ വർഷത്തിൻ്റെ 2ാം പകുതിയോടെ കുറഞ്ഞത് 20 എഞ്ചിനുകളെങ്കിലും ഇന്ത്യയിൽ എത്തിക്കുമെന്ന് GE വാഗ്ദാനം നൽകിയിട്ടുണ്ട്. HAL ചീഫ് പറഞ്ഞതനുസരിച്ചിട്ട് ഈ 20 എഞ്ചിൻ എന്ന് പറയുന്നത് വേസ്റ്റ് കേസ് സിനാരിയോയിലാണ്. അതായത് 20-ൽ കൂടുതൽ എഞ്ചിനുകൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ ജൂണിന് മുമ്പായിട്ട് എന്നാണ്. രണ്ടാമതായിട്ട് ഭാവിയിലെ GE F414 എഞ്ചിൻ കരാർ വേഗത്തിൽ ഒപ്പുവയ്ക്കുക. തേജസ് മാർക്ക് 2, ആംക എന്നിവയ്ക്ക് കരുത്തേകേണ്ട കൂടുതൽ കരുത്തുറ്റ F414 എഞ്ചിനുകളുടെ കരാർ എത്രയും പെട്ടെന്ന് ഉറപ്പിക്കുക എന്നതും അമേരിക്കയുടെ വലിയൊരു ആവശ്യമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത്. ഇത്രയും കാലം എഞ്ചിൻ വിതരണം വൈകിപ്പിച്ച അമേരിക്കൻ കമ്പനി പെട്ടെന്ന് എന്തിനാണ് ഈ കരാർ വേഗത്തിലാക്കാനായിട്ട് ഇത്രയും താല്പര്യം കാണിക്കുന്നത്? ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം തേടിയാലും നമ്മൾ എത്താൻ പോകുന്നത് ഫ്രഞ്ച് പ്രതിരോധ ഭീമനായിട്ടുള്ള സഫ്രാൻ കമ്പനിയിലായിരിക്കും. അമേരിക്കൻ കമ്പനിയായ GEയെ പെട്ടെന്ന് കർമ്മനിരതരാക്കിയതിൻ്റെ പിന്നിലെ പ്രധാന കാരണം ഇന്ത്യ ഫ്രാൻസുമായിട്ട് നടത്തുന്ന എഞ്ചിൻ വികസന ചർച്ചകൾ തന്നെയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായ ആംക 5ാം തലമുറ പോർ വിമാനങ്ങൾക്ക് കരുത്തേകാനായിട്ട് 120 കിലോന്യൂട്ടൺ കുതിപ്പുള്ള പുതിയൊരു എഞ്ചിൻ ആവശ്യമാണ്. ഈ എഞ്ചിൻ വികസിപ്പിക്കുന്നതിനായിട്ട് ഫ്രാൻസിൻ്റെ സഫ്രാൻ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ ചർച്ചകൾ നടത്തി വരികയാണ്. അതിൻ്റെ കൂടെ തന്നെ റോൾസ് റോയ്സും ഇന്ത്യയുമായിട്ട് എഞ്ചിൻ നിർമ്മാണത്തിൻ്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും എല്ലാം തന്ന് സഹകരിക്കാനായിട്ട് തയ്യാറായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ റഷ്യയും അവരുടെ ഏറ്റവും നൂതനമായിട്ടുള്ള AL-51 എഞ്ചിനും 177S എഞ്ചിനും എല്ലാം സുഖോയ് 57 അടക്കം ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയത്ത് ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് അമേരിക്ക സഫ്രാനെ ഭയക്കുന്നത്? അതിൻ്റെ ആദ്യത്തെ കാരണം തന്നെ പൂർണ്ണമായ സാങ്കേതികവിദ്യ കൈമാറ്റം തന്നെയാണ്. അതായത് ഫ്രാൻസ് ഇന്ത്യക്ക് 100% സാങ്കേതികവിദ്യ കൈമാറ്റം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് പൂർണ്ണമായും ഭൗമ രാഷ്ട്രീയ നിയന്ത്രണങ്ങളൊന്നുമില്ലാത്തതുമാണ്. രണ്ടാമതായിട്ട് സ്വതന്ത്രമായ വിതരണം. അതായത് അമേരിക്കയെ പോലെ മറ്റേതെങ്കിലും രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ പേരിൽ ഫ്രാൻസ് ഒരിക്കലും ഇന്ത്യക്കുള്ള ആയുധ വിതരണം തടസ്സപ്പെടുത്തില്ല എന്ന പൂർണ്ണ വിശ്വാസം ഇന്ത്യക്കുണ്ട്. മൂന്നാമതായിട്ട് അമേരിക്കൻ വിപണി നഷ്ടപ്പെടുമോ എന്ന ഭയം. എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു വലിയ പ്രതിരോധ വിപണി ഫ്രാൻസ് പൂർണ്ണമായിട്ടും കൈയടക്കിയാൽ അത് അമേരിക്കൻ പ്രതിരോധ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകും. സഫ്രാൻ കമ്പനിയുമായിട്ട് ഇന്ത്യ അടുക്കുന്നത് കണ്ടതോടെ ഇന്ത്യയുടെ കൈവശം മറ്റ് മികച്ച ഓപ്ഷനുകൾ ഉണ്ട് എന്ന് GEക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് എങ്ങനെയെങ്കിലും F414 എഞ്ചിൻ കരാർ വേഗത്തിൽ ഒപ്പുവെച്ച് ഇന്ത്യയെ തങ്ങളുടെ കൂടെ നിർത്താനായിട്ട് അമേരിക്കൻ കമ്പനി ശ്രമിക്കുന്നത്. എക്കണോമിക് ടൈംസ് അടക്കമുള്ള റിപ്പോർട്ടുകൾ പ്രകാരം GEയും HALും തമ്മിലുള്ള ഏറ്റവും സങ്കീർണമായ സാങ്കേതിക ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ കരാറിൻ്റെ പ്രധാന സവിശേഷതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80% സാങ്കേതികവിദ്യ കൈമാറ്റമുണ്ട്. വികസിത രാജ്യങ്ങൾ ഒരിക്കലും നൽകാൻ തയ്യാറാകാത്ത തരം ഡീപ്പ് ടെക്നോളജി ട്രാൻസ്ഫറാണ് ഈ കരാറിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നത്. F414 എഞ്ചിൻ്റെ 80% സാങ്കേതികവിദ്യയും ഇന്ത്യക്ക് ലഭിക്കും. ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കാനുള്ള അനുമതി ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. ബാക്കി വരുന്ന 20% സാങ്കേതികവിദ്യയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ നിർണായകമായ കോർ ഘടകങ്ങളാണ് ഈ 20% ഉൾപ്പെടുന്നത്. ഇത് അമേരിക്ക തങ്ങളുടെ നിയന്ത്രണത്തെ തന്നെ നിലനിർത്തും. ഈ 20% ഘടകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അമേരിക്ക ഭാവിയിൽ ഉപരോധങ്ങളോ കാലതാമസമോ വരുത്തിയാൽ അത് ഇന്ത്യൻ നിർമ്മാണത്തെ ബാധിക്കുമോ എന്ന ആശങ്ക പ്രതിരോധ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുമുണ്ട്. ആദ്യഘട്ടത്തിൽ 99 F414 എഞ്ചിനുകളായിരിക്കും ഇന്ത്യയിൽ നിർമ്മിക്കുക. എന്നാൽ തേജസ് മാർക്ക് 2 വിമാനങ്ങളുടെയും ആംക മാർക്ക് 1 വിമാനങ്ങളുടെയും എണ്ണം കൂടുമ്പോൾ ഇത് 130-ലധികമായിട്ട് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. അതുപോലെ 2028-29 ഇതിൻ്റെ ഉൽപ്പാദനം തുടങ്ങും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അതായത് കരാർ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കുകയും 2028-29 ഇന്ത്യയിൽ ഈ എഞ്ചിനുകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുകയും ചെയ്യും. ഇത് തേജസ് മാർക്ക് 2ൻ്റെ ആദ്യ വിമാനങ്ങൾ പുറത്തിറക്കുന്ന സമയമായിട്ട് കൃത്യമായിട്ട് യോജിക്കുന്നുമുണ്ട്. ഈ കരാറുകളിലെ മറ്റൊരു വലിയ നാഴികക്കല്ല് MRO സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ. സാധാരണയായിട്ട് വ്യോമസേനയുടെ വിമാനങ്ങളുടെ വലിയ അറ്റകുറ്റപ്പണികൾക്കായിട്ട് HALനെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഇത് പലപ്പോഴും വലിയ കാലതാമസത്തിനും കാരണമാകാറുണ്ട്. എന്നാൽ പുതിയ കരാറ് പ്രകാരം GE F404, F414 എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ ഇന്ത്യൻ വ്യോമസേനയുടെ ബേസ് റിപ്പയർ ഡിപ്പോകൾ നേരിട്ട് കൈകാര്യം ചെയ്യും. HALൻ്റെ ഇടപെടലില്ലാതെ വ്യോമസേന നേരിട്ടിത് ചെയ്യുന്നത് വഴി വിമാനങ്ങൾ സർവീസിനെടുക്കുന്ന സമയം ഗണ്യമായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. അമേരിക്കൻ കമ്പനിയായ GE ഇതിനാവശ്യമായ സാങ്കേതിക സഹായങ്ങളും പരിശീലനവും സ്പെയർ പാർട്സുകളും വ്യോമസേനയ്ക്ക് നേരിട്ട് നൽകും. റഷ്യൻ വിമാനങ്ങളുടെ കാര്യത്തിൽ വ്യോമസേന വിജയകരമായി നടപ്പിലായ ഈ രീതി പാശ്ചാത്യ വിമാനങ്ങളുടെ കാര്യത്തിലും കൊണ്ടുവരുന്നത് വളരെ മികച്ച ഒരു ചുവടുവയ്പ്പാണ്. നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രതിരോധ കരാറുകൾ വെറും 2 കമ്പനികൾ തമ്മിലുള്ള കച്ചവടം മാത്രമല്ല. അവ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെയും ഭൗമരാഷ്ട്രീയത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കപ്പെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജനറൽ ഇലക്ട്രിക് ഒരു സ്വകാര്യ കമ്പനിയാണെന്നുണ്ടെങ്കിലും അമേരിക്കൻ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് അവർ ബാധ്യസ്ഥരാണ്. നാളെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ അമേരിക്ക ഈ എഞ്ചിൻ വിതരണം തടഞ്ഞേക്കാം. അവിടെയാണ് ഫ്രാൻസിൻ്റെ പ്രസക്തി. ഫ്രാൻസുമായിട്ട് ഇന്ത്യ നടത്തുന്ന സാഫ്രാൻ 120 kN എഞ്ചിൻ കരാറ് ഇന്ത്യക്കൊരു പ്ലാൻ ബി നൽകുന്നുണ്ട്. അമേരിക്കയ്ക്ക് തങ്ങളുടെ വ്യവസ്ഥകൾ ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ഇന്ത്യ ഇതിലൂടെ നൽകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ തേജസ് പ്രോഗ്രാം ഒരു വലിയ വഴിത്തിരിവിലാണ്. F404 എഞ്ചിനുകളുടെ കുറവ് കാരണം തേജസ് മാർക്ക് 1A നേരിടുന്ന പ്രതിസന്ധി താൽക്കാലികമാണെങ്കിലും അത് നമുക്കൊരു പാഠമാണ്.
ഈ പ്രതിസന്ധിയിലാണ് യഥാർത്ഥത്തിൽ GF414 കരാറിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും 80% ടെക്നോളജി ട്രാൻസ്ഫർ ഇന്ത്യയിൽ തന്നെ ഉറപ്പാക്കാനും സർക്കാരിനെ പ്രേരിപ്പിച്ചത്. അതോടൊപ്പം സാഫ്രാനുമായിട്ടുള്ള ഇന്ത്യയുടെ ചർച്ചകൾ അമേരിക്കയ്ക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയും അവർ തങ്ങളുടെ വാഗ്ദാനങ്ങളെ പാലിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിരിക്കുന്നു. വരും മാസങ്ങളിൽ ഈ പ്രതിസന്ധികൾ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടുമെന്നും ഇന്ത്യൻ ആകാശത്ത് നമ്മുടെ സ്വന്തം തേജസ് വിമാനങ്ങൾ കൂടുതൽ കരുത്തോടെ പറന്നുയരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഏറ്റവും പുതിയ വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ജയ് ഹിന്ദ്, ജയ് ഭാരത്.